സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിനായി ഇതുവരെ സമാഹരിച്ചത് 25 കോടിയിലധികം രൂപയാണ്. 3 ദിവസങ്ങൾക്കുള്ളിൽ 9 കോടി രൂപ കൂടി സമാഹരിക്കണം. എന്നാൽ മാത്രമേ അബ്ദുറഹീമിനെ നമുക്ക് വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയൂ. ഈ മാസം 16-നകം 34 കോടി രൂപയാണ് ദയാനിധിയായി വേണ്ടത്. ബ്ലഡ് മണിയാണ് ഈ 34 കോടി രൂപ. പ്രേക്ഷകർക്ക് അറിയാമല്ലോ. കോടതി വിധി വധശിക്ഷയ്ക്കായിരുന്നു. അതിൽ നിന്ന് മോചനം കിട്ടാൻ ബ്ലഡ് മണി കൊടുക്കണം. ഇപ്പോൾ ഏറ്റവും അവസാന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ എന്നറിയാൻ അബ്ദുറഹീമിൻ്റെ ഫറൂഖിലെ വീട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരും. അതോടെ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള അനുകൂല പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ സൗദി അറേബ്യയിലാണ്. അത് അവിടെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം നമുക്കൊപ്പം ചേരും. ആദ്യം അഭിജിത്തിലേക്ക് ഫറൂഖിലെ വീട്ടിൽ നിന്നാണ് അഭിജിത്ത് ചേരുന്നത്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അഭിജിത്തെ, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മൾ അവർ യഥാർത്ഥത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകർ സമാഹരിച്ച തുക എത്ര കോടി വരും? ഗുഡ് മോർണിംഗ്. അബ്ദുൾ റഹീമിന്റെ ജീവിതം തിരികെ പിടിക്കാൻ ഇനി വേണ്ടത് 10 കോടിക്കടുത്ത് രൂപയാണ്. അതായത് 25 കോടിയോളം രൂപ ഇതുവരെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ സഹായ സമിതിയൊക്കെ ചേർന്ന് 25 കോടിയോളം രൂപ ഇതുവരെ സ്വരൂപിച്ചിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് 3 ദിവസമാണ്. ഈ 3 ദിവസത്തിനുള്ളിൽ ഏതായാലും ഈ ഒരു തുക ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അബ്ദുൾ റഹീമിന്റെ കുടുംബമുള്ളത്, നാട്ടുകാരൊക്കെ തന്നെയുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് അബ്ദുൾ റഹീമിന്റെ വീട്ടിലാണ്. അബ്ദുൾ റഹീമിന്റെ മാതാവ് ഫാത്തിമ നമുക്കൊപ്പം ഉണ്ട്. ഉമ, ഇനി 3 ദിവസമാണ് ഉള്ളത്. 9 കോടിക്കടുത്ത് രൂപയാണ് ലഭിക്കാനുള്ളത്. എന്താണ് ഈ ഘട്ടത്തിൽ ഉമ്മയ്ക്ക് പറയാനുള്ളത്? പൈസ കൊടുക്കാൻ ഞാൻ എന്റെ കുട്ടിയുടെ കഴിച്ചിലാക്കി തരൂലല്ലോ. നാട്ടുകാർ കൂടി പൈസ ശരിയാക്കി കൊടുത്ത് എന്റെ മോനെ നിന്റെ അടുത്തേക്ക് എത്തിക്കണൊക്കെ അത്ര പറയാനുള്ളൂ. ഇത്ര കാലമായി ഞാൻ എന്റെ കുട്ടിയെ കാണാതെ നേടി ജീവിക്കുന്ന മക്കളെ. അപ്പൊ നിങ്ങളെല്ലാവരും സ്വരൂപിച്ച് എന്റെ കുട്ടിക്ക് ആ പൈസ അവിടെ എത്തിച്ചു കൊടുത്താൽ എന്റെ മോനൊന്ന് കാണാൻ കഴിയും. അത്തരനാക്കി പറയാനൊന്നും കിട്ടണില്ല. എനിക്ക് എന്തൊക്കെയോ ആവട്ടെ. നിങ്ങൾ പൈസ ഒക്കെ ഒന്ന് വയ്യാക്കി എല്ലാവരും കൂടിയിട്ട് അവർക്ക് എത്തരാനും 34 കോടിയോ എത്തിച്ചു കൊടുത്താൽ എൻ്റെ മോനൊക്കെ കാണാൻ കഴിയുള്ളൂ. എത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടി ഒന്നിൻ്റെ അടുത്തേക്ക് ഒന്ന് കാണാനും വിധി തരട്ടെ. അത്രയ്ക്ക് പറയാനുള്ളൂ. കഴിക്കാൻ കഴിയണില്ല മക്കളെ ആലോചിച്ചിട്ട്. എൻ്റെ കുട്ടിയുടെ കഥ എന്നെ പറയാനൊന്നും കഴിയൂലെന്ന്. SKN, ഇങ്ങനെയാണ് ഉമ്മ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇനിയുള്ള 3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു തുക ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉമ്മയ്ക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നാട്ടുകാർ മുഴുവൻ ആ ഒരു പ്രതീക്ഷയിലുണ്ട്. നിയമസഹായ സമിതി പ്രവർത്തകരൊക്കെ തന്നെ ഈ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കൂടി നേതൃത്വത്തിലാണ് ഈ ഒരു സഹായ ധനം സ്വരൂപിക്കാനുള്ള ശ്രമവും തുടരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ആ ഒരു നിയമസഹായ സമിതിയുടെ പ്രവർത്തകർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രധാനമന്ത്രിക്കുൾപ്പെടെ ഈ ദിവസം നീട്ടി നൽകണമെന്നുള്ള അടക്കം കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടൊരു നിവേദനമൊക്കെ നൽകിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ എന്താണ് ഈ സഹായധനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ്? ഒരുപാട് സഹായങ്ങൾ ഇപ്പോഴും ഒഴുകി വരികയാണ് നമ്മുടെ ഈ നാട്ടിലോട്ട്. ഇന്നലും മിനിഞ്ഞാന്നായിട്ട് സാമ്പത്തികമായിട്ട് പല രീതിയിലുള്ള ആളുകളും ഇവിടെ നമ്മുടെ ഈ റഹീമിന്റെ വീട്ടിൽ സഹായം എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഈ ഒരു നമ്മുടെ ഈ റഹീമിന്റെ വീട്ടിലോട്ട് സഹായങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷ ഉണ്ട് റഹീമിന് ഈ 1-2 ദിവസം കൊണ്ട് നമ്മുടെ ഈ 34 കോടി റുപ്യ സ്വരൂപിക്കാൻ കഴിയുന്നുള്ളത്. നാട്ടുകാരും പ്രവാസികളായിട്ടുള്ള ആളുകളും മറ്റുള്ള എല്ലാ സംഘടനകളും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്ത നിവേദനം, അതിലും നമുക്ക് ഏകദേശം ഒരു പ്രതീക്ഷ, സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്കൊരു പ്രതീക്ഷ അതിൽ ഉണ്ട്. SKN, ഇങ്ങനെ തന്നെയാണ്. പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഒപ്പം പല കോണുകളിൽ നിന്ന്, സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്ന് അതായത് അഭിജിത്ത്, ഇപ്പൊ പല ആളുകളും അബ്ദുൾ റഹീമിന് വേണ്ടി പണം സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ ഈ നമ്മൾ കാണിച്ചിട്ടുള്ള ഈ അക്കൗണ്ടിലേക്ക് തന്നെ, ഈ ലീഗൽ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണോ പണം അയക്കുന്നതോ പല അക്കൗണ്ടുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്? അതിനകത്തൊരു വ്യക്തത വേണം. നമ്മുടെ അവരോടൊന്ന് ചോദിക്കുമത്. തീർച്ചയായും നമുക്ക് അക്കാര്യം കൂടി ഒന്ന് ഈ നിയമസഹായ സമിതിയോട് ചോദിക്കാം. നിലവിൽ ഈ ഒരു പണം എല്ലാവരും ഈ നിങ്ങൾ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് തന്നെയാണോ എല്ലാവരുടെയും പണം? അതെ, ഞങ്ങൾ പറഞ്ഞ അക്കൗണ്ടിൽ തന്നെയാണ് പണം എല്ലാം എത്തുന്നത്. അതായത് ആപ്പ് വഴിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഫണ്ട് ലഭിച്ചത്. ഇനി ഇപ്പം ഏകദേശം എത്ര കോടിയായി? 25 കോടി റുപ്യ ഇപ്പൊ ഏകദേശം നമ്മുടെ ഫണ്ട് ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ ഇനി ഒരു 9 കോടി റുപ്യൻ്റെതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ആപ്പ് വഴിയാണ് എല്ലാ ഫണ്ടുകളും കയറുന്നത്.
അത് തന്നെയാണ്. ഒരു ആപ്പ് ഉണ്ട് ഈ അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന തുക പരിശോധിക്കുന്നതിനുള്ള ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് വഴി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഈ തുക എത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ കമ്മിറ്റിക്കാരൊക്കെ തന്നെ അറിയിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള സഹായം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ 16 കോടിക്കടുത്ത് രൂപ ലഭിച്ചു എന്നുള്ളിടത്ത് തന്നെ എത്രത്തോളം മുന്നിട്ടിറങ്ങുന്നുണ്ട് സമൂഹത്തിലുള്ളവർ, എല്ലാ മേഖലയിലുള്ളവർ എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും 3 ദിവസമാണ് അവശേഷിക്കുന്നത്. 9 കോടിക്കടുത്ത് രൂപയാണ് ഇനി ലഭിക്കാനുള്ളത്. എല്ലാ സന്മനസ്സുകളും സുമനസ്സുകളും മുന്നിട്ടിറങ്ങിയാൽ ആ ഒരു തുക ലഭിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അബ്ദുൾ റഹീമിന്റെ കുടുംബവും. മുടക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. അബ്ദുൾ റഹീമിന്റെ ഫറൂഖിലെ വീട്ടിൽ നിന്ന് ഒരേ അക്കൗണ്ടിലേക്കാണ് എല്ലാവരും അയക്കുന്നത്. ഈ 3 ദിവസം കൊണ്ട് 9 കോടി രൂപ കൂടി സമാഹരിച്ചാൽ തീർച്ചയായിട്ടും സൗദിയിലെ ജയിലിൽ നിന്ന് ഈ അബ്ദുൾ റഹീമിന് മോചനമുണ്ടാകും. മോചന ദ്രവ്യമായ 34 കോടി രൂപ തികയാൻ ഇനി 9 കോടി രൂപ മാത്രം മതിയാവും. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം കൂടി നമുക്കൊപ്പം ചേരുന്നു. ജലീൽ, ഗുഡ് മോർണിംഗ്. ജലീൽ, അവിടെ ആളുകൾ പണം സമാഹരിക്കുന്നുണ്ടോ? ആ പണം ശരിക്കും ഇന്ത്യയിൽ സമാഹരിക്കുന്ന പണവുമായിട്ട് ഒരേ അക്കൗണ്ടിലേക്കാണോ പോകുന്നത്, വേറെ അക്കൗണ്ടിലാണോ? എന്താണ് അതിൻ്റെ അവസ്ഥ? ഗുഡ് മോർണിംഗ്. അബ്ദുറഹീമിന്റെ മോചനത്തിനായി ആഗോള മലയാളികൾ തന്നെ കൈകോർത്ത കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ നാം കാണുന്നത്. ജാതിമത ഭേദമന്യേ മലയാളികൾ ഒന്നിച്ചപ്പോൾ ഒരു റിയൽ കേരള സ്റ്റോറി നാം കണ്ടു. നമുക്കറിയാം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിന് മാപ്പ് നൽകാൻ സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം 15 മില്യൺ റിയാലാണ്, അതായത് 34 കോടി രൂപ. ഏപ്രിൽ 16 മുമ്പായി ഇത്രയും തുക സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ ഏൽപ്പിക്കണം എന്നതാണ് നിർദ്ദേശം. ഇത് പ്രകാരം ഏപ്രിൽ 15-ന്, അതായത് ഈ തിങ്കളാഴ്ച, ഈ തുക മുഴുവൻ എംബസി വഴി ഏൽപ്പിക്കണം. എന്നാൽ കഴിഞ്ഞ ആഴ്ച വരെ 10% പോലും സമാഹരിക്കാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച 24-ന്റെ ചെയർമാൻ കൂടിയായ ശ്രീ ആലിംഗൽ മുഹമ്മദ് രക്ഷാധികാരിയായി ജിദ്ദയിലും ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും പ്രവർത്തനം സജീവമാക്കുകയും ചെയ്തു. 24 വഴി SKN സഹായത്തിന് ആഹ്വാനം ചെയ്തു. ഇതിനുശേഷം ആഗോള മലയാളികൾ ഒറ്റക്കെട്ടായി റഹീമിനെ പുറത്തിറക്കാൻ ആ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ രംഗത്തിറങ്ങി. കഴിഞ്ഞ ആഴ്ച 3 കോടിയോളം രൂപയായിരുന്നത് ഇപ്പോൾ അത് 25 കോടിയോളം രൂപ സമാഹരിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് 34 കോടി എന്ന ലക്ഷ്യം എന്ന് തന്നെയാണ് പ്രതീക്ഷ. ബാക്കിയുള്ള തുക കൂടി സമാഹരിച്ച തുക സൗദിയിൽ എത്തിക്കണം. ഇതാണ് ഇനി മുന്നിലുള്ള കാര്യങ്ങൾ. വെള്ളി, ശനി, ഞായർ എന്നീ ഈ 3 ദിവസങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ സമാഹരിച്ചതാണ് 25 കോടി രൂപ. അപ്പോൾ സൗദിയിൽ ചില അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിന്റെ ഫലമായി നിങ്ങൾ അവിടെ പണം സമാഹരിക്കുന്നുണ്ടോ? സൗദിയിലും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലെല്ലാം പണം സമാഹരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളോടും ഈ ഇന്ത്യയിലുള്ള അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം ട്രാൻസ്ഫർ ചെയ്യാനോ പണം അയക്കാനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ സൗദി റിയാലായിട്ടും മറ്റും ഇവിടെ സമാഹരിച്ച തുക ഇന്നും നാളെയുമായി, ഇപ്പോൾ ഈ 25 കോടിക്ക് പുറമേയുള്ള തുകയാണ് ഇത് ഇന്നും നാളെയുമായി ഏതാണ്ട് ഫൈനലൈസ് ചെയ്യും. ഇക്കാര്യങ്ങൾ കൂടി ഇന്ന് ഇപ്പൊ ജിദ്ദയിലൊക്കെ ഈ പെരുന്നാൾ ദിവസം പോലും ആളുകൾ, പല സംഘടനകളും വ്യക്തിപരമായിട്ടും ആളുകൾ ഈ ഫണ്ട് സമാഹരണത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു. ഇങ്ങനെ ഈ പണം മുഴുവനും ഈ നാട്ടിലേക്ക് എത്തിക്കുകയാണോ അതോ നേരിട്ട് ഇവിടെ എംബസി ഏൽപ്പിക്കുകയാണോ വേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്നും നാളെയുമായി ഉണ്ടാകും. ഇപ്പോ റിയാദിൽ രൂപീകരിച്ച സഹായ സമിതി ഈ കുടുംബവുമായി, ഈ കുടുംബത്തിന്റെ വക്കീലുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു എംബസിയിൽ വെച്ച്. അപ്പൊ ഇനി എങ്ങനെയാണ് ഫണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് എംബസി വിദേശകാര്യ മന്ത്രാലയവുമായി ഇക്കാര്യം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ജലീൽ കണ്ണമംഗലമാണ് സൗദിയിലെ ജിദ്ദയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.